അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അയില മുളകിട്ടതാണ്. അതിന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. മീൻ കഴുകി വൃത്തിയാക്കി ഞാൻ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് അതൊന്നും മെല്ലെ മൂത്ത് വരട്ടെ. അപ്പോഴത്തേക്കും അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, കുറച്ചെന്ന് വെച്ചാൽ ഒരു 5-6 മതി കേട്ടോ. അത് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നീളത്തിലാണ് എല്ലാം അരിയുന്നത്. 2 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് അതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഞാൻ പുളിയല്ല ഇതിന് ഒഴിക്കുന്നത്, കുടംപുളി തന്നെയാണ് ഇടുന്നത്. കുടംപുളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മെല്ലെ വഴന്ന് വരണം. വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികളിട്ടിട്ട് തക്കാളി ചേർക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. തക്കാളി അതിൻ്റെ ഏറ്റവും മുകളിലാണ് ഇടുന്നത്. അപ്പോൾ ആദ്യം മഞ്ഞളും ഇട്ടു, പിന്നെ മുളകിട്ടു. മുളകും മഞ്ഞളും മാത്രമാണ്, മല്ലിപ്പൊടി ചേർക്കില്ല കേട്ടോ. മുളകും മഞ്ഞളും മാത്രമാണ് അതിൽ മുളകിട്ടതിന് ചേർക്കുന്നത്. എന്നിട്ട് ഉപ്പും ഇട്ട് നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ഒഴിച്ച്, ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. വെള്ളവും കൂടി ഒന്ന് പനിപനാന്നിരുന്നാൽ മതി. കാരണം ഈ ചാറിനകത്ത് ഒന്ന് കുറുകി ചാറിനകത്ത് പൊതിഞ്ഞിരിക്കണം. അത്രയും മതി വെള്ളം. കുറച്ചും കൂടി ആകാൻ വേണമെങ്കിൽ. എന്നിട്ട് അയില വെച്ച് പിന്നെ തക്കാളി വയ്ക്കുമ്പോഴത്തേക്കും തക്കാളിയുടെ മുകളിൽ നിന്നും വെള്ളം ഇറങ്ങുമല്ലോ. ഞാൻ ഒരയിലേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം ഇത് ഞാൻ മാത്രമേ കഴിക്കൂ, എൻ്റെ ഭർത്താവ് കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒരൊറ്റയ്ക്ക് ഒരു അയില എടുത്തിട്ടാണ് ഈ മുളകിട്ടത് ഉണ്ടാക്കുന്നത്. ഇതെനിക്കാണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്കതൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. മുളകിലും ഇതിലൊക്കെ കൂടി ഒന്ന് പുരണ്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തേച്ച് ഒന്ന് അടച്ച് വയ്ക്കും. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ തക്കാളി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൽ നിന്നും കൂടി കുറച്ച് വെള്ളം ഇറങ്ങി വരും. കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ടൊന്ന് അടച്ച് വെച്ചു. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തീ ചെറുതാക്കി വയ്ക്കണേ. ഇപ്പോൾ ഇതേ തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തക്കാളി ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കൊന്നും കൂടി അതൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. എന്നാലേ അതിനകത്തേക്കൊന്ന് പൊതിഞ്ഞിരിക്കാൻ പാകത്തിന് ഒന്നും കൂടി അതൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ അതിൽ മുളകിട്ടത് കറക്റ്റ് പരുവായിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം അതിൻ്റെ മുകളിലൊരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, നിർബന്ധമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതാണ് അയില മുളകിട്ടത് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഓക്കെ.